സക്സസ് സക്സസ് ഓപ്പറേഷൻ സക്സസ്. ഈ പച്ചൻ കാലി. കാലിയായോ? ആര് പറഞ്ഞു? ആരും പറഞ്ഞിട്ടില്ല. കാലിയായ ഇവരെ ഫോണിലൂടെ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുക. അതാ കുറെ നേരമായി ഫോൺ എൻഗേജ് ആയിരിക്കുന്നത്. മേ ഖുഷ് ഹോ ഗയാ, മേ ബഹുത് ഖുഷ് ഹോ ഗയാ. കൂടുതൽ ഹിന്ദി പറഞ്ഞ് നാട്ടി കേട്ടാ. ഈ ജാനേ ദേനയൊക്കെ ഇപ്പൊ കുറേശ്ശെ എനിക്ക് മനസ്സിലായി തുടങ്ങി. കായ് പൂവൊക്കെ എടാ, ഈ പച്ചനെ ഞാൻ കണ്ടു. കടലിൽ നീന്തിയിട്ട് അവൻ ആ പിള്ളേരുടെ തോളി കൈയിട്ട് തുള്ളിച്ചാരി നടക്കല്ലേ. നീന്തുമ്പോ എങ്ങനെ നടക്കൂടോ? അതൊക്കെ എനിക്ക് അറിയാവൂടാ. നടക്കുമ്പോ നീന്തില്ലാന്നും നീന്തുമ്പോ നടക്കില്ലാന്നും അതിനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. എടാ നട്ടുള്ളാല്, സത്യം ഇനി എന്നോടെങ്കിലും നീ തുറന്നു പറയേ. ഇഞ്ചക്ഷന്റെ മരുന്ന് മാറി കൂടുതൽ കാലം ജീവിക്കാനുള്ള എന്തെങ്കിലും ആണോ നീ അവന്റെ മൂട്ടിലേക്ക് അടിച്ചു കയറ്റിയത്? ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുത്താൽ അത് കൊടുത്തതാണ്. ഐ എം എ ഡേഞ്ചറസ് മാൻ. മിണ്ടിപ്പോരുത്. നീ എന്നെ പറ്റി എന്താ വിചാരിച്ചത്? എടാ, ഞാനും ബോംബെ മേത്താ. ജിയിലല്ല, ദാദറില്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എടാ, ഒരാളെ തട്ടാൻ വേണ്ടി ഇറങ്ങിയാണ് ഞാൻ. ഇവന്മാരെ ചേർത്ത് 3 ആ പിള്ളേരെ ചേർത്ത് 6. ഇപ്പൊ നീയും. ഓരോ നിമിഷം കഴിയുന്നോറും എന്റെ സമനില തെറ്റി ഞാനൊരു പ്രാർത്ഥനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം ഈ പച്ചനെ തട്ടിയില്ലെങ്കിൽ നിങ്ങളെ 3 ഞാൻ തട്ടും. സമച്ചേ. നിന്നോട് ആര് പറഞ്ഞു ഇതിനകത്ത് വരാൻ? നിങ്ങൾ ആരാ ഇവനോട് വരുത്തിയത്? എന്റെ ദൈവമേ, ഞാൻ എന്തേ കാണുന്നു? ഒരു സത്യം. പാർട്ടിക്കിടയിൽ ഓഫീസ് റൂമിൽ ഞാൻ ഒരു റെഫറൻസിന് പോയപ്പോ ആരാന്നറിയില്ല ഒരുത്തൻ മയക്കുമരുന്നിന്റെ ചന്തിക്ക് കുത്തിവെച്ചു. ഞാനൊന്ന് മയങ്ങിപ്പോയി. ഞങ്ങൾ വിചാരിച്ചു മുതലാളി തട്ടിപ്പോയെന്ന്. അത് വെറും തട്ടിപ്പാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ മരിച്ചു എന്ന് കരുതി നിങ്ങളൊരു പാവയെ പോലെ എന്നെ കളിപ്പിക്കായിരുന്നല്ലേ? പൊക്കോ എന്റെ മുമ്പിൽ നിന്ന്. നാളെ മുതൽ നിങ്ങൾ രണ്ടുപേരും ജോലിക്ക് വരണ്ട. യു ആർ ഡിസ്മിസ്ഡ്. അയ്യോ മുതലാളി, ഞങ്ങൾ വഴിയാധാരമായി പോവും. ഞങ്ങളോട് ക്ഷമിക്കണം. ഒരു കാര്യം മുതലാളി ഓർക്കണം, മരിച്ചു എന്ന് കരുതി ഞങ്ങൾ അങ്ങയെ കുഴിച്ചിട്ടില്ലല്ലോ, കൊക്കയിലോ കായലിലോ കൊണ്ട് തള്ളിയില്ലല്ലോ. മുതലാളിയുടെ ഭൗതിക ശരീരം തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ച പേരരിക്കും എന്ന പോലെ ഞങ്ങൾ സംരക്ഷിച്ചില്ലേ? നന്ദിയുള്ള നായ്ക്കളെ പോലെ ഞങ്ങൾ കാവലിരുന്നില്ലേ? ഈ നല്ല കാര്യത്തിന് ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും ചെയ്തു തന്നത് മുതലാളി വെറുക്ക് നീ പാവം മോനായ. ഓ നോ, എക്സ്ക്യൂസ് മീ മിസ്റ്റർ മോനായി, ഐ എം സോറി. തെറ്റുപറ്റാത്ത മനുഷ്യരില്ല. എന്തിന് ഈ എനിക്ക് പോലും തെറ്റുപറ്റിയിട്ടില്ലേ? അറിയാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുതലാളി ഞങ്ങളോട് ക്ഷമിക്കണം. നിങ്ങളുടെ ജീവന്റെ ജീവനായ മുതലാളിയെ ഇപ്പൊ തിരിച്ചു കിട്ടിയില്ലേ? എനിക്ക് സന്തോഷായി. ഇനി എന്ത് സഹായത്തിന് വിളിച്ചാലും ഞാൻ വരും. വരട്ടെ? പോകാൻ വരട്ടെ. അതിനു മുമ്പ് ഇല്ലിക്കൽ ഈപ്പച്ചന്റെ പുതുജീവിതത്തിന്റെ പിറന്നാൾ നമ്മൾ ഒന്നുകൂടി ആഘോഷിക്കുന്നു, ആഘോഷിക്കാൻ പോകുന്നു. എന്നിട്ട് നമ്മൾ പോകുന്നു. നോ, നിങ്ങൾ 3 പേരും പോകരുത്. പ്ലീസ് എൻജോയ് യുവർ സെൽഫ്. കം ഓൺ, cheer up man, please. എന്താ 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 എന്തു പറ്റി? പറ. ഒന്നുമില്ല, ഒരു സ്വപ്നം കണ്ട്. അതാണ് കാര്യം. വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നങ്ങളെല്ലാം ഫലിക്കുമെന്ന് എന്റെ കൊച്ചമ്മടി എപ്പോഴും എന്നോട് പറയാറുണ്ട്. ഒത്തിരി സ്വപ്നങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, അതിനൊക്കെ അവൾ എന്നെ തല്ലിയിട്ടുണ്ട്. അതുപോട്ടെ, ഇന്നലെ എല്ലാരും കൂടി ഒടുക്കത്തെ വീശല്ലേ വീശിയത്. ആ വീശ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇത് പ്രശ്നമാകുന്നു. അതൊക്കെ എന്റെ മുതലാളിയെ കണ്ടുപിടി. എത്ര എണ്ണം വീശിക്കോട്ടെ, നേരം വെളുത്തോ ആള് ക്ലീൻ. ചെന്ന് നോക്ക്, കടപ്പുറത്ത് കാറ്റും കൊണ്ട് ഇരിപ്പുണ്ട്. വീശണുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇപ്പച്ചോ, രാവിലെ തുടങ്ങിയോ? ഹായ്. ഹായ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹലോ. ഹലോ. ഹായ്. ബൈ. എന്റെ ദൈവമേ, ഇവന്മാരിത് എന്ത് ഭാവിച്ചാ? ഇനി ഇതൊക്കെ കണ്ടോണ്ട് ആരൊക്കെ വരുമെന്ന് ദൈവത്തിന് മാത്രം അറിയാം.
നീ എങ്ങോട്ടാ ഓടുന്നേ? നാണപ്പ കോൻ നാണപ്പ കഹാ ഹേ വോ? നിർത്തടാ നിന്റെ ഒടുക്കത്തെ ഒരു കിണ്ടി. കൊയിലാണ്ടിക്കാരൻ കമ്പോണ്ടർ നാളപ്പനെ കെട്ടിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് നട്ടുവരലാക്കിയത് മോക്ഷം കിട്ടാൻ വേണ്ടിയൊന്നുമല്ല. രൂപ 5 ലക്ഷം കിട്ടുമെന്ന് കരുതിയാ. ഈ പച്ച മുതലാളി ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തുന്ന് ഞങ്ങൾ ബോംബെയിൽ ഗോൺസൽവാസിനെ വിളിച്ച് പറഞ്ഞുകൊണ്ടാ യഥാർത്ഥ നെട്ടോർലാൽ വരാത്തറിയോ? ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ എനിക്ക് നെറ്റ്വർലാലാൻ വയ്യാന്ന്, ആളുമാർ കളിക്കാൻ മേലാന്ന്. ഇതൊക്കെ വലിയ പാടാ, കണ്ടില്ലേ? മിണ്ടിപ്പോകരുത്. ഇതെങ്ങനെ തമ്പി സാർ അറിഞ്ഞാ അയാൾ ആദ്യം തട്ടി ഞങ്ങളെ ആയിരിക്കും. അയാൾ പറഞ്ഞത് കേട്ടല്ലോ, അയാൾക്ക് ഭ്രാന്ത് മൂത്ത് വട്ടായിരിക്കാന്ന്. ആ വട്ട് ഞങ്ങൾക്ക് പറഞ്ഞടാ. ഇനിയിപ്പോ ഈ പച്ച മുതലാളി ചാകേണ്ടത് ഞങ്ങളുടെ കൂടെ ആവശ്യമാ. കുത്തിവെക്കാൻ മരുന്ന് ഇനി എത്ര വേണേ വാങ്ങിച്ചുതരാം. എന്തിനാ? എന്തിനാന്നോ? എങ്ങനെയെങ്കിലും കാര്യം നടക്കണം, ഇല്ലേ നിന്നെ ഞങ്ങൾ തട്ടും. ഞങ്ങളെ മുതലാളി തട്ടും, മുതലാളിയെ ഈ പച്ചൻ തട്ടും, ഈ പച്ചന് തട്ടേണ്ടവൻ തട്ടും. വാ ചെന്ന് ഞെക്കിയോ കുത്തിയോ എങ്ങനെയെങ്കിലും കൊല്ല്. കിട്ടുന്ന കാശിന് 3 ഒന്ന് നിനക്കുള്ളതാ. ചെല്ല്. എന്ത് പോക്കൃതനാണ് ഈ കാണിക്കുന്നത്? എന്തിനാ? എടാ ഇതും വെച്ചോണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ച് ആരെങ്കിലും കണ്ട് മനസ്സിലാക്കിയാൽ തീർന്നില്ല എല്ലാം. തലയ്ക്കകത്ത് തീ പിടിച്ചിരിക്കുമ്പോൾ അവന്റെ ഒരു കളിയും തമാശ. എടാ അത് അകത്തിരുന്ന പ്രശ്ന. ആ പാർത്തനെയും കൊച്ചമണിയും കണ്ണിപ്പെടാതെ പുറത്തിറക്കിയ പാട് ഞങ്ങൾക്ക് അറിയൂ. ഇയാള് ജീവിച്ചിരിക്കണ്ടെന്ന് അറിഞ്ഞ കൊന്നവൻ കൊല്ലാനായിട്ട് വീണ്ടും വരും. നീ തന്നെയല്ലേ പറഞ്ഞത്? കൊന്നവൻ ഈ പരിസരത്തിൽ പോരണ്ട. എടാ ഈ പച്ചന്റെ ജീവനുള്ള ഡെഡ് ബോഡി ഇവിടെ ഉണ്ട്. വേം പോരെ. ഇനി ഇത് വെച്ചുള്ള കളി ഇതോടെ മതി. കെട്ടഴിച്ചു വിടറാ. അയ്യോ അയ്യോ എടാ ദേ മായ. അയ്യോ ഉണ്ണി, നീ ചെന്ന് അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞുവിട്. മുതലാളിയെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. ചെല്ല്. ഈ മുതലാളിയുടെ കാര്യം എന്തു പറ്റി? ഒരു സ്ഥലത്തും ഇത്ര നേരം ഇരിക്കില്ല. അത് പിന്നെ പണ്ടേ അങ്ങനെയല്ലേ. ധൃതി വെക്കല്ലേ. നമുക്ക് മുകളിലേക്ക് പോയി. അവിടെ നിക്ക്. അല്ല അമ്മയും കുട്ടും മായം എന്താ രാവിലെ ഇതിലെ? മുതലാളി ഒന്ന് ഇപ്പൊ തന്നെ കാണണം. ഈ ഫയലൊന്ന് ഒപ്പിടിക്കാനാ. അയ്യോ ഇപ്പോഴോ? എന്താ ഇപ്പൊ കണ്ടാല്? ഏയ് ഒന്നുമില്ല. എന്താ ഇപ്പൊ കണ്ടാല്? എന്നായാലും കാണണ്ടതല്ലേ. പക്ഷെ എന്നാലും എന്താ ഇത്ര അർജന്റ്? ആ അല്പം അർജന്റാ. പിണക്കം മാറിയില്ലല്ലോ മായക്ക്. ഓഹോ, അപ്പൊ നിങ്ങൾ വീണ്ടും പിടങ്ങിയോ? എന്താ മോളെ ഇങ്ങനെ? അയ്യോ മായ ഞാൻ പറയട്ടെ, ഇപ്പൊ അങ്ങോട്ട് ചെന്ന ഒട്ടും ശരിയാവില്ല. എന്റെ ദൈവമേ, ഇതേ അവനാ പുരുഷനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്നു. ഈ ദിവം തന്നെ കുളമാക്കും. ഇതിനകത്ത് അങ്ങനെ വന്ന് കേറിയ ആകെ കുഴപ്പവും. വാ പൊക്കടാ. കാല് എന്നെ പിടിക്കുന്നത്. ഡബിൾ ഡോസാടാ. Again success. ഇവനാരാ ഈ ചോട്ട? അയ്യോ